ആധ്യാത്മ നിർദ്ദേശത്തിനായി ഒരു പണ്ഡിതനെ സമീപിച്ചു. പണ്ഡിതനോട് അയാളോട് പറഞ്ഞു, നീ അതാകുന്നു. അയാൾക്കൊന്നും മനസ്സിലായില്ല. പിന്നെ ഒരു സദ്ഗുരുവിനെ സമീപിച്ച് ആത്മോപദേശത്തിനായി പ്രാർത്ഥിച്ചു. അപ്പോൾ ആ സദ്ഗുരു പറഞ്ഞ, ആത്മോപദേശം തരുന്നതിന് മുമ്പായിട്ട് ഞാൻ എന്നോട് എന്തെങ്കിലും ഉപദേശിച്ചാൽ അത് നീ ചെയ്യണം. ഞാൻ നിർദ്ദേശിക്കുന്ന ജോലി നീ ചെയ്യണം. ഉടനെ ശിഷ്യൻ പറ, അങ്ങ് പറയുന്ന എന്തും ഞാൻ ചെയ്യാം, നീ കഠിനമായി അധ്വാനിക്കേണ്ടി വരും എന്ന് ഗുരു ഈ ശിഷ്യനോട് പറഞ്ഞു. ഗുരു, ഞാൻ എന്തിനും തയ്യാറാണ് ഗുരു, എനിക്ക് ആത്മോപദേശം തന്നാൽ. പുള്ളി ഒരു നിശ്ചയദാർഢ്യത്തോട് തന്നെയാണ് അങ്ങനെ അപേക്ഷിച്ചത്. അപ്പോൾ ഒരു മണ്ണ് കോരുന്നതും അഴുക്ക് കോരുന്നതും വേസ്റ്റ് കോരുന്ന ഒരു കോരി എടുത്തുകൊണ്ട് വന്ന് ഈ ശിഷ്യൻ്റെ കയ്യിൽ കൊടുത്തു. ഈ കോരി നീ പിടിച്ചോ, ഈ കോരി കൊണ്ട് പശുത്തൊഴുത്തിലുള്ള ജോലി ചെയ്യണം. ആ ചാണകമൊക്കെ കോരി പശുത്തൊഴുത്ത് കഴുകുന്നതാണ് നിന്നെ ഏൽപ്പിച്ച ജോലി. ഈ ശിഷ്യൻ കൊണ്ടുപോയി കോരി കൊണ്ട് ദിവസം ജോലി ചെയ്യാൻ തുടങ്ങി. അങ്ങനെ വർഷങ്ങളോളം ജോലി ചെയ്ത്. പക്ഷേ പിന്നെ ഈ ശിഷ്യൻ ഗുരുവിനോട് ഉപദേശത്തിനൊന്നും പോയില്ല. ഗുരു ഏൽപ്പിച്ച ജോലി അങ്ങനെ ചെയ്തുകൊണ്ടേയിരുന്നു. ഇതിനിടയിൽ ഒന്നും സംഭവിച്ചില്ല. ഗുരു വേറൊന്നും ഇയാളോട് പറഞ്ഞും കൊടുത്തില്ല, ശിഷ്യനോട് ചോദിച്ചതുമില്ല. അപ്പോൾ കുറേ വർഷം കഴിഞ്ഞപ്പോൾ ഈ ഗുരു ശിഷ്യനെ വിളിച്ചു, അടുത്ത് വിളിച്ചിരുത്തി. അപ്പോൾ ഈ കോരിയെ കൊണ്ടാണ് വന്നത്. കോരിയെ മേടിച്ച് മാറ്റിവെച്ച് ഗുരു അയാളെ അടുത്ത് വിളിച്ച് തലോട്ട് പറഞ്ഞു, നീ അതാകുന്ന മോനെ. ആ നിമിഷം ശിഷ്യൻ കണ്ണടച്ചു. പിന്നെ നിരന്തരം ധ്യാനത്തിലേക്ക് പോവുകയാണ്. അങ്ങനെ പോയി അയാൾ ആ ഒരു ബോധം ഉണരുകയാണ്. അപ്പോൾ ആ തത്വമസി എന്നുള്ള പദത്തിലേക്ക് അയാൾ ഉണരുകയാണ്. ഗുരുവിൻ്റെ കയ്യിലൊരു പേനയായി, ഒരു ബ്രഷായി, ഒരു തുമ്പായി, ഗുരുവിൻ്റെ കയ്യിലൊരു വടി പോലെയായി. സമർപ്പണം വന്നു. ആ സമർപ്പണത്തിൽ തൻ്റെ ഈഗോ തന്നെത്താനെ അറ്റു. തൻ്റെതായിട്ടൊന്നുമില്ല. പിന്നെ എല്ലാം ഗുരുവിൻ്റെ അവിടെ ഒരു കണക്ഷനായി. ഒരു മെഴുകിനോട് വേറൊരു മെഴുക് ചേർന്നിരിക്കുന്നത് പോലെ ഗുരു ശിഷ്യന് 2 തിരി കൊളുത്തി. ഒന്നിൽ 2 തിരി കൊളുത്തി. ശരീരം വ്യത്യസ്തം ആണെങ്കിലും പക്ഷെ ആ മെഴുക് പോലെ ആത്മഭാവത്തിലേക്ക് വന്നപ്പോൾ ശരിക്ക് അവിടെ ശിഷ്യനില്ല, ഗുരുവായി. ശിഷ്യനെ ഗുരു ഉണ്ടെന്ന്. എന്നാലും എപ്പോഴും പറയും ഈശ്വരൻ ഞാൻ ഒന്നെന്ന് പറയും, പക്ഷെ ഗുരുവും ഞാനൊന്നെന്ന് പറയാം. ഒരു വിനയം അതെപ്പോഴും നമ്മൾ ഉള്ളിൽ സൂക്ഷിക്കുന്നത് നമ്മളിൽ അഹങ്കാരം തലപ്പൊക്കാതിരിക്കാൻ നല്ലതാണ്. ഗോവർദ്ധം പൊക്കിയതിലല്ലല്ലോ, ഇപ്പം ഗോപിയുടെ പ്രേമത്തിലാണത്. ഗോപികൾ നാനാത്വമായ ജോലിയുടെ നടക്കുക എന്ന് ഭർത്താവുന്ന എല്ലാ ജോലി നടക്കുക എന്നാണ് പ്രേമം കൊണ്ട് മാത്രമാണ് സാക്ഷാത്കരിച്ചത്. ഋഷികൾ യുഗം തപസ്യതാണ് സാക്ഷാത്കരിച്ചത്. ആ ഗോപികളിൽ അതിൻ്റെ നടുക്കുന്ന സാക്ഷ്യം കുറിച്ച് ഈശ്വരൻ ശരിക്കുള്ള ആ പൂർണ്ണനാണ്. ആ എനർജി തന്നിലേക്ക് കൊണ്ടുവന്ന് വിളക്ക് കത്തിക്കുക, അത് സോളാർ വെച്ച് ആ ചൂട് പിടിച്ച് അതിൽ കവപ്പ് കണക്ട് ചെയ്തു, അതിൽ തീ കത്തിക്കുമ്പോഴാണ് ഇതിന് നടുക്കുമെന്ന് സാക്ഷാത്കരിച്ചു. ആത്മാവ് എങ്ങനെ നിറഞ്ഞു നിൽക്കുന്നതാണെങ്കിലും തൻ്റെ അടുക്കളയിൽ അടുപ്പ് കത്തിക്കാനുള്ള ലൈറ്റർ പോലെ ഗുരു. അപ്പോൾ ഗുരു ശരീരമാണ്, അശരീരമാണ്. അപ്പം അടുപ്പ് കത്തിക്കണമെങ്കിൽ ലൈറ്റർ ആവശ്യമാണ്. അപ്പോൾ അതിന് സമർപ്പണമാണ് നമുക്ക് വേണ്ടത്. ഒരു കണ്ണിന് അസുഖം വന്നാൽ ഡോക്ടറെ പെട്ടെന്ന് കണ്ടും മരുന്ന് കഴിക്കും, അല്ലെങ്കിൽ കണ്ണാടി വയ്ക്കും, അല്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്യും. അത് ഓപ്പറേഷൻ ചെയ്യാൻ സമർപ്പണത്തോടെ കടന്നു കൊടുക്കുന്നതുകൊണ്ടാണ് ഡോക്ടർക്ക് ഓപ്പറേഷൻ ചെയ്യാൻ സാധിക്കുന്നത്, തിമിരത്തിന് മാറ്റാൻ. ആ ഒരു സമർപ്പണം, ആ ഒരു പ്രക്രിയ നമുക്കുണ്ടാകും. ആത്മസാക്ഷാത്കാരത്തിൽ തുറന്ന് അയകത്വ ബോധം നമ്മൾ ഉണർത്തി എല്ലാവരും ദർശിക്കാൻ നമുക്ക് സാധിക്കാനുള്ള ആ ഒരു കാഴ്ചപ്പാട്.